കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാരം ആശുപത്രി ബില്ലാണ്. ലക്ഷങ്ങൾ ചിലവാകുന്ന ഹൃദയ ശസ്ത്രക്രിയ, ക്യാൻസറിന്റെ കീമോതെറാപ്പി, കിഡ്നി മാറ്റിവെക്കൽ, ദീർഘകാല ICU ചികിത്സ എന്നിവ വരുമ്പോൾ വീടും സ്ഥലവും പണയപ്പെടുത്തി ജീവിതം കടക്കെണിയിലാകുന്ന അവസ്ഥ. ആ ഭയത്തിന് അറുതി വരുത്താൻ കേരള സർക്കാർ കൊണ്ടുവന്ന ചരിത്രപരമായ സുരക്ഷാ വലയമാണ് കേരള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ₹1 പോലും പ്രീമിയം അടയ്ക്കാതെ കേരളത്തിൽ താമസിക്കുന്ന എല്ലാ കുടുംബത്തിനും വർഷം 25 ലക്ഷം രൂപ വരെ ക്യാഷ്ലെസ് ചികിത്സ. APL എന്നോ BPL എന്നോ വ്യത്യാസമില്ല. ഒരു വീട്ടിലെ കുഞ്ഞു മുതൽ പ്രായാധിക്യമുള്ള മുത്തച്ഛൻ മുത്തശ്ശി വരെ എല്ലാവർക്കും ഒരേ കാർഡിൽ സുരക്ഷിതരാകാം. ഇന്നത്തെ വീഡിയോയിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന്റെ വിശദവിവരങ്ങൾ കാണാം. ഈ കാർഡ് എടുക്കുന്ന രീതി, ഏത് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കും, 1773 രോഗങ്ങളുടെ പാക്കേജ് ലിസ്റ്റ്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഘട്ടങ്ങൾ, ക്ലെയിം ചെയ്യുന്ന രീതി, പരാതി പരിഹാര സംവിധാനം എന്നിവയെല്ലാം വളരെ വിശദമായിട്ട് കാണാം. ആശുപത്രി ചെലവിന്റെ പേടിയില്ലാതെ ജീവിക്കാൻ കേരളം ഒരുക്കിയ സൗജന്യ ആരോഗ്യ സുരക്ഷയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ഗൈഡാണിത്. ഈ വിവരം അറിയേണ്ട എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പ്രേക്ഷകർക്കുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് സംസ്ഥാന പദ്ധതി പ്രവർത്തിക്കുന്നത്. കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. യുണൈറ്റ് ഇന്ത്യൻ ഇൻഷുറൻസ് കമ്പനിയാണ് നിലവിൽ പദ്ധതിയുടെ ഇൻഷുറൻസ് സേവന ദാതാവായി പ്രവർത്തിക്കുന്നത്. പദ്ധതിയുടെ പൂർണ്ണനാമം കരുണാകര കേരള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നതാണ്. മുൻ മുഖ്യമന്ത്രിമാരായ K. കരുണാകരനും ഉമ്മൻചാണ്ടിക്കും നൽകുന്ന ആദര സൂചകമായാണ് ഈ പേര് സ്വീകരിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് വരുന്ന ഉയർന്ന ചികിത്സാ ചെലവിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നതാണ്. പദ്ധതിയുടെ കവറേജ് സാർവത്രികമാണ്. കേരളത്തിൽ സ്ഥിരതാമസമുള്ള എല്ലാ കുടുംബങ്ങൾക്കും പദ്ധതിയിൽ അംഗത്വം ലഭിക്കും. BPL റേഷൻ കാർഡുള്ളവർക്കും APL റേഷൻ കാർഡുള്ളവർക്കും ഒരുപോലെ ആനുകൂല്യം ലഭിക്കും. കുടുംബം എന്നതിൽ ഭർത്താവ്, ഭാര്യ, ആശ്രിതരായ മക്കൾ, മാതാപിതാക്കൾ എന്നിവർ ഉൾപ്പെടുന്നു. പ്രായപരിധി ഒന്നുമില്ല. പിറന്ന കുഞ്ഞു മുതൽ 100 വയസ്സുള്ളവർ വരെ എല്ലാവരും കവറേജ് പരിധിയിൽ വരും. മുൻകാല രോഗങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. പദ്ധതിയിൽ ചേർന്ന ദിവസം മുതൽ തന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ആസ്മ, കിഡ്നി രോഗം പോലെയുള്ള പഴയ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, ESC അംഗങ്ങൾ എന്നിവരെ മാത്രമാണ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അവർക്ക്, അതായത് സ്ഥാപനങ്ങളുടെ പ്രത്യേക ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനം ഉള്ളതിനാലാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ കവറേജ് തുക 25 ലക്ഷം രൂപയാണ്. ഈ തുക ഒരു കുടുംബത്തിന് ഒരു പോളിസി വർഷത്തിൽ ലഭിക്കാവുന്ന പരമാവധി തുകയാണ്. ഫോട്ടോർ അടിസ്ഥാനത്തിലുള്ള കവറേജ് ആണ്. അതായത് കുടുംബത്തിലെ ഒരു അംഗത്തിന് മുഴുവൻ 5 ലക്ഷം രൂപ വരെ ഉപയോഗിക്കാം. ഒരു വർഷത്തിൽ ഒന്നിലധികം തവണ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാലും ആകെ ചെലവ് 5 ലക്ഷം രൂപ കഴിയാൻ പാടില്ല. തുക തീർന്നു കഴിഞ്ഞാൽ അതേ വർഷം വീണ്ടും തുക അനുവദിക്കില്ല. പോളിസി പുതുക്കുന്ന അടുത്ത വർഷം മുതൽ വീണ്ടും 5 ലക്ഷം രൂപയുടെ കവറേജ് ഒരാൾക്ക് ലഭിക്കും. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള 3 ദിവസത്തെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെലവും ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള 15 ദിവസത്തെ ഫോളോ അപ്പ് ചെലവും മരുന്ന് ചെലവും ഈ 5 ലക്ഷം രൂപയിൽ ഉൾപ്പെടും. ഡോക്ടർ ഫീസ്, നഴ്സിംഗ് ചാർജ്, റൂം ചാർജ്, ICU ചാർജ്, ഓപ്പറേഷൻ തിയേറ്റർ ചാർജ്, ശസ്ത്രക്രിയ ചാർജ്, മരുന്നുകൾ, ഉപഭോക്തൃ വസ്തുക്കൾ, ഇംപ്ലാന്റുകൾ എന്നിവ എല്ലാ ക്യാഷ്ലെസ് ആയി ലഭിക്കും. രോഗിയോ കൂടെയുള്ളവരോ ആശുപത്രി കൗണ്ടറിൽ ₹1 പോലും അടയ്ക്കേണ്ടതില്ല. പദ്ധതിയിൽ 1773 തരം രോഗങ്ങൾക്കും ശസ്ത്രക്രിയകൾക്കും ചികിത്സാ നടപടിക്രമങ്ങളും കവറേജുമുണ്ട്. സർക്കാർ ഓരോ പാക്കേജിനും നിശ്ചിത നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആശുപത്രി ഈ നിരക്കിന് മുകളിൽ തുക ആവശ്യപ്പെടാൻ പാടില്ല. പാക്കേജിന് പുറമെ ചില സങ്കീർണ സാഹചര്യങ്ങളിൽ 12 ദിവസത്തിൽ കൂടുതൽ ICU വേണ്ടി വന്നാൽ അധിക തുക അനുവദിക്കുന്നതിനുള്ള വ്യവസ്ഥ പദ്ധതിയിലുണ്ട്. ഡയാലിസിസ്, കീമോതെറാപ്പി പോലുള്ള ദീർഘകാല ചികിത്സകൾക്ക് വാർഷിക കവറേജിൽ നിന്ന് തുക വിനിയോഗിക്കാം. എംപാനൽ ചെയ്ത ആശുപത്രികളിൽ മാത്രമാണ് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുക. കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും പദ്ധതിയിലുണ്ട്. തിരുവനന്തപുരം SIT ഹോസ്പിറ്റൽ, കോട്ടയം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവയെല്ലാം എംപാനൽ ചെയ്തിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, അസ്റ്റർ മെഡിസിറ്റി കൊച്ചി, ലിസി ഹോസ്പിറ്റൽ എറണാകുളം, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്,
മിംസ് കോഴിക്കോട്, KMCH കോയമ്പത്തൂർ, മെഡിക്കൽ ട്രസ്റ്റ് കൊച്ചി എന്നിവയുൾപ്പെടെ 600-ലധികം സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിലുണ്ട്. എംപാനൽ ചെയ്ത ആശുപത്രികളുടെ പൂർണ്ണമായ പട്ടിക KCUHIS ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ആശുപത്രി എംപാനൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെബ്സൈറ്റിൽ പരിശോധിക്കണം. എംപാനൽ ചെയ്യാത്ത ആശുപത്രികൾ പോയ ചെലവ് തിരികെ ലഭിക്കില്ല. ഇ കാർഡാണ് പദ്ധതിയുടെ പ്രധാന തിരിച്ചറിയൽ രേഖ. 2024 ജനുവരി മുതൽ പഴയ പ്ലാസ്റ്റിക് കാർഡുകൾക്ക് പകരം ഇ കാർഡ് സംവിധാനം നിലവിൽ വന്നു. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് KCUHIS പോർട്ടലിൽ നിന്ന് ഇ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആധാർ നമ്പർ നൽകി മൊബൈലിൽ വരുന്ന OTP സ്ഥിരീകരിച്ചാൽ കുടുംബാംഗങ്ങളുടെ പേരും ഫോട്ടോയുമുള്ള ഇ കാർഡ് പ്രിന്റ് എടുക്കാം. ഇ കാർഡ് കളർ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കണം. ഇ കാർഡ് ഇല്ലെങ്കിൽ ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ചികിത്സ ലഭിക്കും. ആശുപത്രിയിലെ ആരോഗ്യമിത്രം ആധാർ നമ്പർ ഉപയോഗിച്ച് ബയോമെട്രിക് വെരിഫിക്കേഷൻ വഴി കുടുംബത്തിന്റെ വിവരങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് കണ്ടെത്തും. അതിനാൽ ആധാർ കാർഡ് എപ്പോഴും കയ്യിൽ കരുതുന്നത് നിർബന്ധമാണ്. കുടുംബത്തിൽ പുതിയ കുഞ്ഞ് ജനിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞിനെ കുടുംബാംഗമായി ചേർക്കണം. KCUHIS പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ പേര് ചേർക്കാം. പേര് തെറ്റിയാൽ തിരുത്താനും ഈ സംവിധാനം ഉപയോഗിക്കാം. കുടുംബാംഗം മരിച്ചാൽ അത് സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കണം. ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന രീതി വളരെ ലളിതവും വ്യക്തവുമാണ്. ആദ്യം എംപാനൽ ചെയ്ത ആശുപത്രിയിലെ ആരോഗ്യമിത്രം സഹായ കൗണ്ടറിൽ പോയി ഇ കാർഡ് ആധാർ കാർഡോ ഹാജരാക്കണം. ആരോഗ്യമിത്രം സിസ്റ്റത്തിൽ കുടുംബത്തിന്റെ വിവരങ്ങൾ പരിശോധിച്ച് രോഗം പാക്കേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. പിന്നീട് ഡോക്ടർ രോഗനിർണയം നടത്തി ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കും. ആശുപത്രി പ്രീ ഓതറൈസേഷൻ അഭ്യർത്ഥന സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ സിസ്റ്റത്തിലേക്ക് അയക്കും. സാധാരണ കേസുകളിൽ 6 മണിക്കൂറിനുള്ളിൽ അനുമതി ലഭിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗി ICUവിലാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ഓതറൈസേഷൻ നൽകുന്നുണ്ട്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഗി 1 രൂപയും അടയ്ക്കാതെ ചികിത്സ തുടങ്ങാം. ഡിസ്ചാർജ് സമയത്തും ആശുപത്രി ബില്ല് അടയ്ക്കേണ്ടതില്ല. ആശുപത്രി നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പാക്കേജ് തുക വാങ്ങും. രോഗിക്ക് ഡിസ്ചാർജ് സമ്മറി, ബിൽ കോപ്പി, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവ വാങ്ങി സൂക്ഷിക്കുന്നത് ഭാവിയിൽ സഹായകരമാകും. ആശുപത്രി മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങാൻ ആവശ്യപ്പെട്ടാൽ അത് പദ്ധതി നിയമത്തിന് വിരുദ്ധമാണ്. പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചികിത്സകളും സേവനങ്ങളും വ്യക്തമായി നിശ്ചയിച്ചിട്ടുണ്ട്. കോസ്മെറ്റിക് സർജറി, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, ഡെന്റൽ ചികിത്സ, OBCT ചികിത്സ, മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യമുപയോഗം മൂലമുള്ള ചികിത്സ, സ്വയം പരിക്കേൽപ്പിക്കൽ മൂലമുള്ള ചികിത്സ എന്നിവയ്ക്ക് കവറേജ് ഇല്ല. ജന്മന ഉള്ള ചില വൈകല്യങ്ങൾക്കും കവറേജ് പരിമിതികളുണ്ട്. OP ചികിത്സയ്ക്ക് കവറേജ് ഇല്ല. ആശുപത്രിയിൽ 24 മണിക്കൂറിൽ കൂടുതൽ അഡ്മിറ്റ് ആകുന്ന ഇൻപേഷ്യന്റ് ചികിത്സകൾക്ക് മാത്രമാണ് പാക്കേജ് ബാധകം. എന്നാൽ ഡേ കെയർ പ്രൊസീജറുകൾക്ക് കവറേജ് ഉണ്ട്. കീമോതെറാപ്പി, ഡയാലിസിസ്, മോതിരക്കണ്ണ് ശസ്ത്രക്രിയ പോലുള്ള ചികിത്സകൾ ഡേ കെയർ അടിസ്ഥാനത്തിൽ ചെയ്ത് ക്യാഷ്ലെസ് ആനുകൂല്യം നേടാം. ഈ വിവരങ്ങൾ എല്ലാ പദ്ധതിയുടെ ഔദ്യോഗിക ബുക്ക്ലെറ്റിലും വെബ്സൈറ്റിലും വിശദമായി കൊടുത്തിട്ടുണ്ട്. പദ്ധതിയുടെ പരാതി പരിഹാര സംവിധാനം വളരെ ശക്തവും ഫലപ്രദവുമാണ്. ആശുപത്രി അധിക തുക ആവശ്യപ്പെടുകയോ പാക്കേജിന് പുറമെ ബിൽ കൊടുക്കുകയോ ചികിത്സ നിഷേധിക്കുകയോ ചെയ്താൽ ടോൾ ഫ്രീ നമ്പറായ 1800-425-4747 24 മണിക്കൂറും വിളിച്ച് പരാതി പറയാം. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഓൺലൈൻ പരാതി രജിസ്റ്റർ ചെയ്യാം. ഓരോ ജില്ലയിലും ജില്ലാ കോർഡിനേറ്റർ ഉണ്ട്. അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് പരിഹാരം കാണാം. ആശുപത്രി നിയമം ലംഘിച്ചാൽ എംപാനൽമെന്റ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടി സർക്കാർ എടുക്കും. രോഗികൾക്ക് പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാൻ ആരോഗ്യമിത്രം എപ്പോഴും എംപാനൽ ചെയ്ത ആശുപത്രിയിൽ ഉണ്ടാകും. അവരുടെ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. ആരോഗ്യമിത്രത്തോട് എല്ലാ സംശയങ്ങളും ചോദിച്ച് വ്യക്തത വരുത്താം. കരുണാകര കേരള ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ നാഴികക്കല്ലാണ്. 1 രൂപ പോലും പ്രീമിയം ഇല്ലാതെ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ സുരക്ഷ. മുൻകാല രോഗങ്ങൾക്കും കവറേജ്. പ്രായപരിധിയില്ല. APL BPL വ്യത്യാസമില്ല. കേരളത്തിലെ 90% കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ആശുപത്രി ചെലവിന്റെ ഭാരമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കേരള സർക്കാർ ഒരുക്കുന്ന സുരക്ഷാ വലയമാണിത്. എല്ലാ കുടുംബവും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കണം. ആശുപത്രിയിൽ പോകുമ്പോൾ ആധാർ കാർഡ് കയ്യിൽ കരുതണം. എംപാനൽ ചെയ്ത ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടണം. പദ്ധതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ KCUHIS ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വിവരം അറിയേണ്ട എല്ലാവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വലിയ സഹായമാകും. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.